ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു സൺഡേ പ്രൊഡക്റ്റീവ് മോർണിംഗ് തൊട്ട് രാത്രി വരെ കാണാം. ഈ സൺഡേ ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. അപ്പോൾ രാവിലെ 10 മണിക്ക് എണീറ്റ് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ പത്തിരിയും ബീഫും പാലും ഒക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. എൻ്റെ കൂടെ വാപ്പയിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു പാൽ ചായ ഒക്കെ കുടിച്ച്. ഇതാണ് കേട്ടോ അമ്മ വീഡിയോ എടുക്കുന്ന ടേബിള്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടേബിളും ആ സൈഡൊക്കെ ഒന്ന് ഒതുക്കി ബെഡൊക്കെ ഒതുക്കി ഫുള്ളായിട്ടൊന്ന് റൂം അടിക്കണുണ്ട് കേട്ടോ. സൺഡേ അല്ലേ, സൺഡേ ആണ് ഞാൻ ഇങ്ങനെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടൊക്കെ ഇരിക്കണം. അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ തിരിച്ചു വരാൻ പഠിക്കുക കിടക്കുക ഇതന്നെയല്ലേ. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒതുക്കി ഫുള്ളായിട്ട് റൂമും ഫ്രണ്ടൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ആ ടേബിളും ഇരിക്കുന്ന പേപ്പർ കത്തിക്കാനുള്ള കേട്ടോ. പിന്നെ ഞാൻ ഹാളിൽ പോയിട്ട് സോഫ ഒക്കെ ഒതുക്കി 2 സോഫ ഒതുക്കിയിട്ടാണ്. വലിയ സോഫയത്തെ ബാഗൊക്കെ ഞാൻ കൊണ്ടുവച്ച്. പിന്നെ ചെറിയ സോഫയിൽ ഫറാസിൻ്റെ മദ്രസത്തെ ബുക്കാട്ടുണ്ടായത് അതൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ 2 സോഫയുടെ വിരിയും കൂടെ ഞാൻ നേരെ ഇട്ട് വൃത്തിയാക്കി. എന്നിട്ട് പിന്നെ ഹാള് ഫുള്ളായിട്ട് അടിച്ചിട്ടാണ്. പിന്നെ ഞാൻ കാർപോർച്ചും കൂടെ ഫുള്ളായിട്ടൊന്ന് അടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ കത്തിക്കാണ്ടെന്ന് അതും കൂടെ കത്തിച്ച് ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് എല്ലാവർക്കും ഒരു മിഠായിയൊക്കെ കൊടുത്ത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ചോറും ബീഫ് കറിയും സലാഡും പിന്നെ ചമ്മന്തിയും കൂടെ കൂട്ടി ചോറിന്. അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ലൈമോ ഉമ്മ ഉണ്ടാക്കി എന്നാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകണം ഞങ്ങളുടെ 3 ആളുടെ ലഞ്ച് ബോക്സ് ഇട്ട ടവല് വിരിക്കാട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്പാച്ചുവിന് പനിയായതുകൊണ്ട് മരുന്ന് കൊണ്ടു കൊടുത്താട്ടത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് AC ഇരുന്ന് കുളിച്ച്. പിന്നെ വീഡിയോ എടുക്കാമായിരുന്നു. ഞാൻ കുറച്ച് ബ്ലൈൻഡ് ബാഗ്സും ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പെൻ ഹോൾഡറൊക്കെ വെച്ചിട്ടും പിന്നെ ഒരു വൈറ്റ് ഷീറ്റ് വിരിച്ചിട്ടൊക്കെ കേട്ടോ വീഡിയോ എടുക്കണത്. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് കസ്റ്റാർഡ് മിൽക്ക് പുഡിങ് ഉണ്ടാക്കാൻ പോയി. അതിനായിട്ട് 500 ml പാലും പിന്നെ അത് തിളപ്പിക്കാൻ വെച്ചിട്ട് ബാക്കി വന്ന പാലിൽ 5 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും 5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടെ ഇട്ട് മിക്സാക്കിയിട്ട് തിളച്ച് വരുമ്പോൾ ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ട്രേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ചോറൊഴിച്ച് അപ്പോഴേക്കിനും സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോണ്ടാ ഒരാൾ ബോക്സിങ് ചെയ്യും. എന്നിട്ട് പുഡിങ് എന്ന ക്ലിപ്പ് പോയിട്ടാ. എന്നിട്ട് ഞാൻ പായ വിരിച്ച് വെള്ളം കുടിച്ച് മുടി മടന്നിട്ടിട്ട് കിടന്ന് യൂണിഫോമൊക്കെ ഒന്ന് ID കാർഡും ബ്രേസ്ലെറ്റൊക്കെ ഷോക്സൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.